മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗ്നി മാഹാത്മ്യം. വേദങ്ങളിൽ പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്ന ദേവന്മാരിൽ ഒരാളാണ് അഗ്നിദേവൻ. ഋഗ്വേദത്തിൽ അനേകം സൂക്തങ്ങളിൽ അഗ്നിയുടെ മഹത്വം വർണ്ണിക്കുന്നു. യാഗത്തിൻ്റെ അംശങ്ങളെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ദേവന്മാരുടെ സന്ദേശഹരനുമാണ് അഗ്നി എന്നും വിശ്വാസം. അഗ്നിയുടെ 3 രൂപങ്ങളെക്കുറിച്ചും വേദങ്ങളിൽ പറയുന്നു. ഭൂമിയിലുള്ള സാധാരണ അഗ്നി, അന്തരീക്ഷത്തിലെ മിന്നൽ, ആകാശത്തിലെ സൂര്യൻ എന്നിവയാണവ. സൂര്യൻ വൈകുന്നേരം തൻ്റെ തേജസ് ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കുമെന്നും അഗ്നി അത് പുലർകാലത്ത് സൂര്യന് തിരിച്ചു കൊടുക്കുമെന്നും വേദങ്ങളിൽ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ ഇരുസന്ധ്യകളിലും ദീപം തെളിയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുമല്ലോ. ഉദയം വരെ ദീപം കെടാതെ സൂക്ഷിക്കുന്നവരുണ്ട്. ഈ ഭവനങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വാസം. നമ്മുടെ പ്രത്യക്ഷ ദൈവം ആദിത്യനാണല്ലോ. ആദിത്യൻ്റെ പ്രതിനിധി അഗ്നിയും ആകുന്നു. ആയതുകൊണ്ട് സകല ദേവതാ പൂജകളിലും നിവേദ്യം അർപ്പിക്കുന്ന സമയത്തും ദേവതയെ അഗ്നി ജ്വാലയായി സങ്കൽപ്പിക്കുന്നു. അഗ്നിയുടെ മഹത്വമാണ് ഇവിടെ വെളിവാകുന്നത്. ഹൈന്ദവരുടെ ഗർഭധാരണം മുതൽ മരണം വരെ സകല കർമ്മങ്ങളിലും അഗ്നി സാക്ഷിയായാണ് നടക്കുന്നത്. ശവസംസ്കാരം അഗ്നിയിൽ ദഹിപ്പിച്ച് നടത്തുന്നു. ഉപാസനകളിൽ അഗ്നിക്ക് മുഖ്യ പങ്കാണ്. അഗ്നി സ്പർശിക്കുന്നത് എല്ലാം പരിശുദ്ധമായിത്തീരുന്നു. പ്രേതാദി ബാധകളിൽ നിന്നും മനുഷ്യരെയും ദേവന്മാരെയും രക്ഷിക്കുന്നത് അഗ്നിയെന്ന് കാണാം. അനിഷ്ടങ്ങളുടെ പരിഹാരത്തിനും ഇഷ്ടസിദ്ധിക്കും അഗ്നിഹോത്രം മുടങ്ങാതെ ചെയ്യണമെന്ന് പറയുന്നു. സന്ധ്യയ്ക്ക് ദീപം തെളിയുന്നതോടെ വീടുകളിൽ നിന്നും ദുഷ്ടശക്തികൾ, ദുർമൂർത്തികൾ അപ്രത്യക്ഷരാകുന്നു. ദീപ ജ്യോതിസ് ഈശ്വരൻ്റെ പ്രതീകമാണ്. ബുദ്ധി, നന്മ, ആരോഗ്യം, ഐശ്വര്യം എന്നിവയ്ക്ക് ദീപ ജ്യോതിസിനെ നമസ്കരിക്കണം. സർവമംഗളങ്ങളുടെയും അടിസ്ഥാനം ജ്യോതിസാണ്. ജ്യോതിസ് ഉള്ളിടത്ത് സർവമംഗളങ്ങളും വന്നു ചേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുതേ.